ഹലോ ഗേസ് ദേവസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പം ഞാനൊന്നൊരു ചലഞ്ചായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വേറെ ഒന്നല്ല, ഞാൻ രാവിലെ സത്യം പറഞ്ഞ ഇന്ന് സൺഡേ കുറച്ച് സമയം കൂടുതൽ കിടന്നുറങ്ങുന്ന ദിവസമാണ്. പക്ഷെ ഇന്ന് ഞാൻ ഒരു 6:30 ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. വേറെ നല്ല കുറച്ച് പണികൾ പുറത്ത് പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്, പുല്ല് കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായ ശേഷം ഞാൻ അതിലേക്ക് ഇറങ്ങി. പക്ഷേ സമയം പോയത് ഒട്ടും അറിഞ്ഞില്ല. നോക്കി ഇപ്പോൾ സമയം 1:10 അപ്പം ഞാൻ വിചാരിക്കുന്നു എന്തായാലും ഹസ്ബൻഡ് ഇപ്പോൾ ഊണ് കഴിക്കാൻ വരും. ഏകദേശം 2 മണിയുടെ ഉള്ളിലാണ് ആൾ വരിക. കുറച്ച് നേരത്തെ എത്തും എന്നൊന്നും എനിക്ക് പറയാനും പറ്റില്ല. അപ്പോൾ എന്തായാലും ചോറ് ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കറിയാണ്. അപ്പോൾ അത് പെട്ടെന്ന് റെഡിയാക്കി ആൾ വരുമ്പോഴേക്കും എല്ലാം ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ ചലഞ്ച്. പറ്റുമെന്നറിയില്ല, നോക്കാം. ഞാൻ പയറൊക്കെ റെഡിയാക്കാനുള്ള ഒരു ഇതിലാണ് കേട്ടോ. വേഗം പയറുപ്പേരി ഉണ്ടാക്കണം. കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് വാടിയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ വേഗം ഇതൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ, ഫാസ്റ്റാക്കാൻ പോകണ്ട. പിന്നെ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് നാളികേരം ചിരകാനുണ്ട് കേട്ടോ. നാളികേരം ചിരകിയിട്ട് കുമ്പളങ്ങ ഒന്ന് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ പയറുപ്പേരി അങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട്. നാളികേരം ചിരക്കി വെച്ചതൊന്ന് അരയ്ക്കണം. ഇനി അപ്പോഴേക്കൊന്ന് കുമ്പളങ്ങയ്ക്കൊന്ന് നുറുക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. വേഗം ഫാസ്റ്റിൽ ഇങ്ങനെ ചെയ്യാണ്. ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ആൾ വരണേയും കേട്ടുള്ളിൽ 2 മണിക്കാണ് ഏകദേശം വരാറ്. പക്ഷേ നേരത്തെ വന്നാലോ നമ്മൾ എന്തായാലും തോറ്റു പോകരുതല്ലോ എന്ന് കേട്ടിട്ട് കുറച്ച് ഫാസ്റ്റ് ആക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഫ്രിഡ്ജിലിരിക്കുവാണ്. അപ്പോൾ കുറച്ച് തണുപ്പൊക്കെ തട്ടിയിട്ട് എനിക്കിങ്ങനെ അതിൻ്റെ ആ തോല് കട്ട് ചെയ്യാൻ കുറച്ച് പ്രയാസമായിരുന്നു കേട്ടോ. നല്ല പെട്ടെന്നൊക്കെ സെറ്റാക്കിയിട്ട് അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട്, അതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ തുറന്നിട്ട് അതിലേക്ക് കഷ്ണമൊക്കെ എടുത്തിടാണ് കേട്ടോ. എന്തായാലും ഒരു ടെൻഷനുണ്ട്, കാരണം ഞാനിങ്ങനെ ഇത്രയും ഫാസ്റ്റിലൊന്നും ഞാൻ ഇതുവരെ കാര്യം ഞാൻ കുറച്ച് ഫാസ്റ്റിൽ കുക്ക് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഇത്രയും ഫാസ്റ്റിൽ ഞാൻ ചെയ്തിട്ടില്ല മുൻപ്. കാരണം ഇതിങ്ങനെ ഒരു ചലഞ്ച് വെച്ചിട്ടാണല്ലോ ഞാൻ ചെയ്യണത്. അപ്പോൾ എനിക്കിങ്ങനെ കുറച്ചും കൂടെ കൂടുതൽ ഒരു ടെൻഷൻ കാരണം എനിക്ക് സമയം ഒട്ടും തികയാതെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം അതൊക്കെ ശരിയാക്കിയിട്ട് നാളികേരക്കും കൂടി ഒന്ന് അങ്ങോട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മിക്സിയിൽ നാളികേരൊക്കെ ഇങ്ങനെ അരച്ചെടുക്കും. അങ്ങനെ വേഗം അരച്ചെടുത്തിട്ടോ ഗേസ്. എന്നിട്ട് വേഗം ഇവിടെ തുടച്ച് ക്ലീനാക്കി കുമ്പളങ്ങ വേണം നേരം കൊണ്ട് പാത്രങ്ങൾ മോറി വെച്ചു കേട്ടോ. അപ്പോഴാണ് ഉണ്ണേട്ടൻ്റെ വണ്ടിയുടെ സൗണ്ട് കേട്ടത്. അപ്പോൾ ടൈം നോക്കിയപ്പോൾ 1:30 കഴിഞ്ഞു കേട്ടോ ഗേസ്. അപ്പോൾ ഗേസ് നമ്മൾ ചാലഞ്ചിൽ വിജയിച്ചിരിക്കുകയാണ്. ഉണ്ണേട്ടൻ വരുന്ന സമയത്ത് വളർത്തുന്ന ഒരു പരിപാടി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. 2 മണിയാണ് പ്രതീക്ഷിച്ചത്. എന്തായാലും കുറച്ച് നേരത്തെ എല്ലാം കഴിഞ്ഞു. ഉണ്ണേട്ടൻ കുറച്ച് നേരത്തെ വന്ന് എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് ഞാൻ സെറ്റാക്കി. ഉണ്ണേട്ടോ, ഈ ഫുഡ് സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴാണ് ഉണ്ടാക്കിയെന്ന് അറിയോ? യെസ്, ഞാനേ അപ്പോൾ പുല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വരുമ്പോഴേക്കും ടൈം പോയത് അറിഞ്ഞില്ല. 1 മണി കഴിഞ്ഞപ്പോഴാണ് ഞാനും നോക്കണത്. പെട്ടെന്ന് ഒക്കെ ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പറഞ്ഞ സമയത്തിന് മുൻപെന്നും പറയാം, അല്ലെങ്കിൽ ആ സമയത്തോട് ഏകദേശം അടുത്തായിട്ട് ഒരു കറിയും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ നല്ല വൈകിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ പപ്പടം കുറച്ച് കാച്ചി വെച്ചിരുന്നു, മുളക് വറുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് സൈഡ് ഡിഷൊക്കെ ആയിട്ട് പുളിയിഞ്ചി ഉണ്ട്, അതേപോലെ തന്നെ കടുമാങ്ങ അച്ചാർ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറച്ചെടുത്ത് കഴിക്കാൻ പോവാണ്. എല്ലായിട്ടും ഉച്ചയ്ക്ക് അത്യാവശ്യം കുറച്ച് സ്പീഡോട് കൂടിയിട്ട് ഞാൻ എല്ലാം ഉണ്ടാക്കി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു പപ്പടം കൂടി. പപ്പടത്തിൻ്റെ അവസ്ഥ കറക്റ്റൊന്നുമില്ല കേട്ടോ. അതെന്തോ എവിടുന്നോ പുറത്തുനിന്ന്, അതായത് തമിഴ്നാട് പപ്പടം എന്തോ ആണ്. ആരതുപോലെ വന്നപ്പോൾ ഇങ്ങനെ കൊണ്ടു തന്നതാണ് കേട്ടോ. പക്ഷേ ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല, നല്ല പപ്പടം തന്നെയായിരുന്നു. അപ്പോൾ വറുത്ത് വന്നാൽ അതുപോലെ അങ്ങനെ ചുരുണ്ടിട്ടൊക്കെ എന്തൊക്കെയോ ഷേപ്പിലേക്ക് വരുന്നുണ്ടെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചലഞ്ചിങ് വീഡിയോയിലൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.